നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ജോസ് കെ മാണിയുടെ UDF-ലേക്കില്ല എന്ന പ്രഖ്യാപനം ഇപ്പോൾ വിശ്വസിക്കാം. പക്ഷേ അവസാന വാക്കായി കരുതാൻ പാടില്ല. കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലുമില്ല എന്നത് പലപ്പോഴും ബാർഗെയിനിങ് നിലപാട് മാത്രമാണ്. ജോസ് കെ മാണിയും അതിൽ നിന്ന് ഒഴിവല്ല. ഇപ്പോഴത്തെ പ്രഖ്യാപനം ആരെ ലക്ഷ്യമിട്ടത്? LDF-നോട് ഞങ്ങൾ ഉറച്ച പങ്കാളികളാണ് എന്ന സന്ദേശം. UDF-നോട് വില കൂട്ടാതെ തിരിച്ചെടുക്കാനാകില്ല എന്ന സൂചന. സ്വന്തം കേഡറിനോട് UDF-ലേക്ക് മടങ്ങും എന്ന അഭ്യൂഹങ്ങൾക്ക് ഇടവേള. മാധ്യമങ്ങളുടെ തലയിൽ കെട്ടിവെച്ചുള്ള തടിയൂരൽ. വാതിൽ അടയ്ക്കുന്ന പ്രഖ്യാപനമല്ല, വാതിൽ അടച്ച് ചർച്ച ശക്തമാക്കുന്ന നീക്കമാണിത്. മാണി ഗ്രൂപ്പിന്റെ രാഷ്ട്രീയ ചരിത്രം എന്തു പറയുന്നു? നിർണായക ഘട്ടങ്ങളിൽ നിലപാട് മാറ്റം, അവസാന നിമിഷ ചർച്ചകൾ, സ്ഥിരതയേക്കാൾ ലാഭരാഷ്ട്രീയം. ഡീൽ ഉറപ്പിച്ച ജോസ് കെ മാണിയെ തിരിച്ചു പിടിക്കാൻ LDF-ന്റെ രാഷ്ട്രീയ തന്ത്രം. രാജ്യസഭാ സീറ്റ്, മുന്നണിയിൽ പ്രിവിലേജ്ഡ് പാർട്ട്ണർ സ്റ്റാറ്റസ്, മാണി ഗ്രൂപ്പ് ഇല്ലാതെ സർക്കാർ നമ്പർ പൂർണ്ണമല്ല എന്ന ബോധത്തിൽ ഏത് തന്ത്രവും പ്രയോഗിച്ചിരിക്കാം. റോഷി അഗസ്റ്റിൻ LDF-ൽ കാൽ ചവിട്ടി നിന്നത് ജോസ് കെ മാണിക്ക് വ്യക്തമായ തിരിച്ചടി. ഇത് വ്യക്തിപരമായ തോൽവി മാത്രമല്ല, ബാർഗെയിനിങ് പവർ നഷ്ടപ്പെട്ട ഒരു ഘട്ടം കൂടിയാണ്. മുഴുവൻ മാണി ഗ്രൂപ്പ് എന്ന അവകാശം തകർന്നു. ജോസ് കെ മാണിയുടെ വലിയ കരുത്തും ഇതായിരുന്നു. ഞാൻ നീങ്ങിയാൽ മുഴുവൻ പാർട്ടിയും നീങ്ങും. അതില്ലാതാകുമ്പോഴും ജോസ് ചാട്ടം ഉപേക്ഷിച്ചു. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് UDF-ലേക്ക് മടങ്ങിയെത്തുവാനുള്ള ജോസ് കെ മാണിയുടെ നീക്കം തൽക്കാലം അവസാനിച്ചിരിക്കുകയാണ്. റോഷി അഗസ്റ്റിൻ ഞാൻ LDF-ൽ ഉറച്ചു നിൽക്കും എന്ന് പ്രഖ്യാപിച്ചതോടുകൂടിയാണ് ഈ ചാട്ടം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാതിരിക്കാൻ കാരണമായി മാറിയത്. ജോസ് കെ മാണി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളെല്ലാം വെറുതെയായിരുന്നു, പുറത്തു വന്ന വിവരങ്ങളെല്ലാം വെറുതെയായിരുന്നു. ഒരു തരത്തിലും UDF-ലേക്ക് പോകാൻ ഒരു നീക്കവും കേരള കോൺഗ്രസ് മാണി വിഭാഗം നടത്തിയിട്ടില്ല എന്നാണ്. പക്ഷേ ജോസ് കെ മാണിയെ ഇക്കാര്യത്തിൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ജോസ് കെ മാണിയുടെ പ്രതികരണം കേൾക്കാമാകും. ശക്തിയുള്ളതുകൊണ്ടാണ് ഞാൻ ഒറ്റ കാര്യം, കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ആയിരിക്കും ഭരണമുള്ളത്. ഞങ്ങൾക്ക് ശക്തിയുള്ളത് കൊണ്ട് തന്നെയാണ്. ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാട് ഉറച്ചതാണ്. കേരള കോൺഗ്രസ് പാർട്ടി നേതൃത്വം ഏത് തീരുമാനമെടുക്കുന്നോ ആ തീരുമാനത്തിനോടൊപ്പം മുഴുവൻ 5 MLA-മാരും ഉണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞ അവിടുന്ന് ഇങ്ങോട്ട് ചർച്ച ചെയ്തില്ല. എപ്പോഴും അവിടുന്ന് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു കോൾ വരുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തിനും വരണം എന്ന് പലരും പറയുന്നുണ്ടല്ലോ. പറഞ്ഞ മനസ്സിലായിട്ട് അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും കുറ്റക്കാരാണോ? അപ്പൊ ആരെങ്കിലും കേരള കോൺഗ്രസിനെ വരണം, ഒരു മുന്നണിയിലേക്ക് വരണം, ചിലപ്പോൾ അത് BJP-യിലേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് UDF-ലേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തിനാ കുറ്റപ്പെടുത്തുന്നേ? ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള ബലം ഉള്ളത് കൊണ്ടല്ലേ, പ്രാധാന്യം ഉള്ളത് കൊണ്ടല്ലേ. ഇതാണ് ജോസ് കെ മാണിയുടെ വാക്കുകൾ. മുൻപും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇത്തരം കാര്യങ്ങൾ പലതവണ കേട്ടതാണ്. ഒരു രാത്രി വെളുക്കുമ്പോൾ തന്നെ ഒരു മുന്നണിയിൽ നിന്ന് മറ്റൊരു മുന്നണിയിലേക്ക് മാറാൻ മടിയില്ലാത്ത കേരള കോൺഗ്രസ് പുതിയ ഈ നീക്കവും അത് വെറുതെയാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ്. ശ്രീ N. ശ്രീകുമാർ, ശ്രീ MS വേണുഗോപാൽ, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ എന്നിവർ ചേരുന്നു. ഒപ്പം ശ്രീ ഷോൺ ജോർജ്, ശ്രീ അപ്പു ജോൺ ജോസഫ് എന്നിവർ ടെലിഫോൺ ലൈനിലും പ്രതികരിക്കും. ശ്രീ N. ശ്രീകുമാർ, ജോസ് കെ മാണിയെ താങ്കൾ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടോ, അദ്ദേഹത്തിന്റെ വാക്കുകളെ? അല്ല, ജോസ് കെ മാണി ഇന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുന്നണികളിലെ ഘടകകക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേരി മാറാറുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമ വാർത്തകൾ വന്നു. ആ വാർത്തകളോട് കേരള കോൺഗ്രസിലെ തന്നെ 2 നേതാക്കൾ പ്രതികരിച്ചു. അതിന് ജോസ് കെ മാണി കൃത്യമായി ഉത്തരം നൽകിയിരുന്നില്ല. അതിന് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ ഉത്തരം ഒരിക്കലും കൃത്യമായിരുന്നില്ല. അതായത് അദ്ദേഹം പറഞ്ഞെന്താണ്, കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെയാണ് ഭരണം. അപ്പൊ അതിനർത്ഥം എന്താന്ന് വെച്ചാൽ കേരള കോൺഗ്രസിന് കൃത്യമായ ഒരു നയമോ പരിപാടിയോ ഇല്ല. അവരെവിടെയാണോ അവിടെ ഭരണം എന്ന് മാത്രമേ ഉള്ളൂ. അത് കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണിയുടെ സിദ്ധാന്തമല്ല. 1964 കേരള കോൺഗ്രസ് ഉണ്ടായ കാലം തൊട്ടേ അങ്ങനെയാണ്. ഒരു വൈകാരികതയിൽ ജന്മം കൊണ്ട പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അത് മഞ്ജുഷ് അറിയാമല്ലോ. R. ശങ്കറും PT ചാക്കോയും തമ്മിലുള്ള തർക്കത്തില് PT ചാക്കോയ്ക്കൊപ്പം നിന്ന, വികാരത്തിന്റെ പേരിൽ നിന്ന 15 കോൺഗ്രസ് MLA-മാരാണ് പാർട്ടി വിട്ടുവന്ന് കേരള കോൺഗ്രസ് ഉണ്ടാക്കിയത്. അപ്പൊ അത് KM ജോർജ് ആയിരുന്നു അതിന്റെ അന്നത്തെ നേതാവ്. അപ്പൊ അന്ന് തൊട്ട് ഓരോ തവണയും 10-13 തവണയെങ്കിലും അവർ പിളർന്നിട്ടുണ്ട്. 6-7 തവണ
അവർ ഐക്യപ്പെട്ടിട്ടുണ്ട്. ഒരു ഘട്ടത്തില് അവരുടെ ഐക്യത്തിന് സാക്ഷ്യം വഹിച്ചത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. അന്ന് കേരള കോൺഗ്രസിനെ യോജിപ്പിച്ചിട്ട് ജോൺ ജേക്കബിനെ ഇന്ദിരാഗാന്ധി ചെയർമാനായിട്ട് അവരോധിച്ചു. അങ്ങനെ പോലും ചരിത്രമുള്ള ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അപ്പൊ അതുകൊണ്ട് അത് അടിയന്തരാവസ്ഥയിലെ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തില് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ഭരണമുള്ള ഒരു ചേരി എന്ന് പറയുമ്പോൾ അത് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. ഇന്നത്തെ ജോസ് കെ മാണിയുടെ വാർത്താലേഖകരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തില് അദ്ദേഹം പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടിരുന്നു. അദ്ദേഹം ഒരു ഘട്ടത്തിൽ പോലും കോൺഗ്രസിനെയോ UDFനെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാവിനെയോ പ്രതിപക്ഷ നേതാവിനെയോ അദ്ദേഹം വിമർശിച്ചില്ല. അല്ലെങ്കിൽ ഇത് UDFന്റെ ഒരു കുടില തന്ത്രമാണെന്നോ ഞങ്ങളെ കുറിച്ച് UDFന് അറിയില്ലെന്നോ ആ രീതിയിലൊന്നും അദ്ദേഹം പറഞ്ഞില്ല. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ കൊടുത്ത വാർത്തകളിൽ എന്തെങ്കിലും തെറ്റ് താങ്കൾ കാണുന്നുണ്ടോ? ഇങ്ങനെയുള്ള ചർച്ചകൾ നടന്നോ ഇല്ലയോ എന്നുള്ളത് നടന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തത്. അത് നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ലല്ലോ ശ്രീ N. ശ്രീകുമാർ. അല്ലാതെ ജോസ് കെ മാണി പറയുന്നത് പോലെ അങ്ങനെ ഒരു കാര്യവും നടന്നിട്ടില്ല, കേരള കോൺഗ്രസ് എം ഒരു ശ്രമവും നടത്തിയിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയുന്നത് സത്യസന്ധത ഇല്ലാത്ത കാര്യങ്ങളല്ലേ? അതെ, അല്ല ഞാൻ പറഞ്ഞല്ലോ, ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം വരുമ്പോൾ പ്രത്യേകിച്ച് UDFന് വലിയ ഒരു മുന്നേറ്റം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ സാഹചര്യത്തില് കേരള കോൺഗ്രസിലാണെങ്കിൽ LDFന് വലിയ മെച്ചം ഉണ്ടായിട്ടില്ല. അവർക്കൊരു മന്ത്രിയെ കിട്ടിയെന്നുള്ളത് ശരിയാണ്. ജോസ് കെ മാണിക്ക് രാജ്യസഭാംഗവും കിട്ടി. പക്ഷേ മഞ്ജുഷ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് അതിന് മന്ത്രിയായിരിക്കുന്ന ആള് റോഷി അഗസ്റ്റിനാണ്. റോഷി അഗസ്റ്റിൻ പാർട്ടിയിലെ രണ്ടാമതോ മൂന്നാമതോ ആണ്. പക്ഷെ ചെയർമാൻ ജോസ് കെ മാണിയാണ്. സാധാരണ ഇതിന്റെ കേരള കോൺഗ്രസിന്റെ ചെയർമാൻമാർ അത് ആ പാർട്ടിയെ നയിക്കുന്ന ഗ്രൂപ്പ് ലീഡറാണ് മന്ത്രിയാവുക. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷെ ജോസ് കെ മാണി വെറുതെ ഇരിക്കുമ്പോൾ മന്ത്രിയായ റോഷി അഗസ്റ്റിന്റെ പാർട്ടിയെ ചലിപ്പിക്കാൻ പറ്റില്ല. അതിനൊരു പരിമിതിയൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് KM മാണിയുടെ മകന്റെ പാർട്ടി ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ജോസ് കെ മാണിക്ക് ഒരു മന്ത്രിസ്ഥാനം നിർബന്ധമാണ്. അത് മാത്രവുമല്ല, കേരള കോൺഗ്രസിന് LDFിൽ നിന്നത് കൊണ്ട് അവർക്കുള്ള മെച്ചം എന്ന് പറയാവുന്നവർക്ക് 5 MLA കഴിഞ്ഞുകൊണ്ട് കിട്ടിയെന്നുള്ളതാണ്. പക്ഷെ ആ 5 MLA കിട്ടിയെങ്കിലും ഇത്തവണ അവരുടെ നഷ്ടം എന്തൊക്കെയാണ്? എത്രയോ കാലം KM മാണി പ്രതിനിധീകരിച്ച പാലായിലെ സ്വന്തം നഗരസഭ നഷ്ടപ്പെട്ടു. കോട്ടയം ജില്ലാ പഞ്ചായത്തില് പ്രശ്നങ്ങൾ ഉണ്ടായി. കോട്ടയത്ത് ഒരുപാട് ഗ്രാമപഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം പിന്നാക്കം പോവുകയും കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ജോസ് കെ ഫ്രാൻസിസ് എന്ന ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നേതാവ് പിന്നീട് ജോസഫ് ഗ്രൂപ്പിൽ പോയ ആള് ജയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് നഷ്ടമൊക്കെ സംഭവിച്ചു. ശ്രീ N. ശ്രീകുമാർ, ആ നഷ്ടം സംഭവിക്കുമ്പോഴും LDF ജോസ് കെ മാണിയെ വിടാൻ തയ്യാറായിട്ടില്ല. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, എന്തിനാണ് ജോസ് കെ മാണി കൂടിയേ തീരൂ എന്ന ബലം പിടുത്തം ആ LDFന്? ജോസ് കെ മാണി കൂടി ഇല്ല എങ്കിൽ വൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ള ബോധ്യത്തിലാണോ CPM ഇങ്ങനെ ഒരു കളിക്ക് കൂട്ടുനിൽക്കുന്നത്? ജോസ് കെ മാണിയെ ഏത് വിധേനയും മുന്നണിയിൽ പിടിച്ചു നിർത്തുവാൻ അതാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഇന്നലെ CPMന്റെ പല പ്രമുഖ നേതാക്കളും ജോസ് കെ മാണിയെ പിടിച്ചു നിർത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. അതിലവർ വിജയിച്ചു, താൽക്കാലികമായിട്ടാണെങ്കിലും. അഡ്വക്കേറ്റ് ബൽദേവ്, ജോസ് കെ മാണിയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് ഞങ്ങളല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാമത്തെ കക്ഷിയാണ് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ്. അദ്ദേഹം ഞങ്ങളുടെ മുന്നണിയിലുണ്ട്. ഞങ്ങളതിനെ അവനെ പിടിച്ചു നിർത്തുന്നത്, അദ്ദേഹത്തെ പിടിക്കാൻ വലയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് കോൺഗ്രസും മുസ്ലിം ലീഗും കൂടാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നു അദ്ദേഹത്തെ കൊണ്ടുവരാൻ. അവർക്കാണ് ബോധ്യം കേരള കോൺഗ്രസ് മാണിയും കൂടെ വന്നെങ്കിൽ മാത്രമേ മധ്യ തിരുവിതാംകൂറിൽ UDFന് മുൻതൂക്കം ഉണ്ടാക്കാൻ പറ്റൂ. അവർ വലയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. അവർ പറഞ്ഞിരിക്കുന്ന 10-12 സീറ്റുകൾ നൽകാം, രാജ്യസഭാ സീറ്റ് നൽകാം, ലോക്സഭാ സീറ്റ് തിരിച്ചു നൽകാം, പാലാ സീറ്റ് UDFിൽ ഒരു അംഗമായിരുന്ന മാണി സി കാപ്പനെ മാറ്റിയിട്ട് പാലാ സീറ്റ് വിട്ടു നൽകാം. ഈ ഓഫറൊക്കെ കൊടുക്കുന്നത് ഞങ്ങളല്ല, UDF ആണ്. അല്ല, തിരിച്ച് ജോസ് കെ മാണിക്കും അത് സമ്മതമാണ്. ജോസ് കെ മാണിക്കും അത് സമ്മതമാണ്. പ്രശ്നമായത് റോഷി അഗസ്റ്റിൻ ഇടഞ്ഞു നിന്നതാണ്. അദ്ദേഹം LDF വിട്ട് വരാൻ ഞാനില്ല എന്ന് പറയുന്നു. പ്രമോദ് നാരായൺ MLAയും ആ നിലപാടെടുക്കുന്നു. പിന്നെ അവസാനം അറിയാൻ കഴിഞ്ഞത് N. ജയരാജ് MLAയും അതേ നിലപാടിലേക്ക് വന്നു എന്നാണ്. അപ്പോൾ ഭൂരിപക്ഷം MLAമാരുടെ പിന്തുണ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് ജോസ് കെ മാണി മാറി. അങ്ങനെ അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം നടത്തി. അതാണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ. അതിനിടയിൽ താങ്കൾ പറഞ്ഞു ഒരു ശ്രമവും നടന്നിട്ടില്ല. CPMൽ നിന്ന് ശക്തമായ ശ്രമം ഉണ്ടായി. കാരണം ജോസ് കെ മാണി കൂടി പോയാൽ തകർന്ന് തരിപ്പണമാകും എന്നുള്ള ഒരു ബോധ്യം ഇതിനകം വന്നിട്ടുണ്ട്. അതാണ് പ്രശ്നമായത്. UDFിന്റെ കാര്യവും ശരിയാണ്. UDFനും വേണം ജോസ് കെ മാണി. എന്തിനാണ് ഇങ്ങനെ ഈ ബാർഗൈനിങ് രാഷ്ട്രീയത്തിന് നിന്നു കൊടുക്കുന്നത്? ഞാനൊന്ന് പറയട്ടെ, ഞങ്ങളുടെ മുന്നണിയിൽ നിൽക്കുന്ന ഒരു ചെറിയ പാർട്ടി, എന്റെ പാർട്ടി തന്നെ ചെറിയ പാർട്ടിയാണ്. ഞങ്ങൾ പോലും വിട്ടുപോകാൻ LDF നിർത്താൻ തയ്യാറല്ല. കാര്യം മുന്നണിയുടെ ഒരു കെട്ടുറപ്പാണത്. ഞങ്ങൾക്ക് ആഘോരം പോലെയുള്ള ഒരു ചെറിയ പാർട്ടിയാണ്. എങ്കിൽ പോലും ആ പ്രസ്ഥാനം പോലും വിട്ടുപോകാൻ LDF എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളെയെല്ലാം
ഒരു സംരക്ഷിച്ച് ഒരു കുടക്ക് കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അപ്പോൾ അതിനകത്തൊരു മുന്നണി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഒരു രാഷ്ട്രീയ പാർട്ടി വിട്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളുടേതായിട്ടുള്ള കുഴപ്പം കൊണ്ട് വിട്ടുപോകരുത്. വിട്ടുവീഴ്ച ചെയ്താൽ അവർ മുന്നണി നിലനിർത്തും. അത് അധികാര കൈമാറ്റത്തിന്റെയും അധികാരം നിലനിർത്താനുള്ള ഭാഗമല്ല. മുന്നണിയിൽ ഒരു ഘടകകക്ഷി, അത് 10-12 കക്ഷികളുണ്ട്. അതിൽ ചെറിയ കക്ഷിയായാലും വലിയ കക്ഷിയായാലും ഇപ്പൊ CPM ആയിട്ട് പ്രശ്നം ഉണ്ടായല്ലോ, ആ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു. അങ്ങനെ ഘടകകക്ഷികളുമായിട്ട് പലരുമായിട്ടും പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നം പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന് കിട്ടിയ പോലെയുള്ള പരിഗണന അടുത്ത കാലത്ത് ഒരു ഘടകകക്ഷിക്കും CPM നൽകിയിട്ടില്ല. അവർക്ക് അതിനുള്ള ശക്തിയുണ്ട്. ശ്രീ MS വേണുഗോപാൽ, ഇവിടെ LDF-ഉം UDF-ഉം ഒരേപോലെ ഈ ജോസ് കെ മാണിക്ക് വേണ്ടി ചരടുവലികൾ നടത്തുകയല്ലേ? അതല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ശ്രമം CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല എങ്കിൽ എപ്പോഴേ ജോസ് കെ മാണി UDF-ൽ എത്തിയാനേ? തീർച്ചയായിട്ടും ഈ ജോസ് കെ മാണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാണി കോൺഗ്രസ് എന്ന് പറയുന്നത്, LDF-നെ സംബന്ധിച്ചിടത്തോളം ഈ ഓടുന്ന കാളയ്ക്ക് ഒരു മണി എന്ന പോലേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോൺഗ്രസിൻ്റെ അപ്പുറത്ത് ക്രിസ്ത്യൻ വോട്ടുകൾ നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കുന്നതിനായിട്ട് ഒരു സിമ്പൽ വേണം എന്നുള്ളതാണ്. ആ സിമ്പലായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ കേരള കോൺഗ്രസ് മാണിയാണ്. ആ മാണിക്ക് പണ്ടുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ അത്രയ്ക്ക് ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇതുതന്നെയാണ് കോട്ടയത്തെയും ഇടുക്കിയിലെയും കോൺഗ്രസ്സുകാരും പറയുന്നത്. എന്തിനാണ് ഇപ്പോൾ ഇതിനെ ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വരുന്നത്? ഞങ്ങൾക്കൊക്കെ കുറേ സീറ്റുകൾ ഇവിടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം പിന്നെ 12 അല്ല 8 ആയാലും 9 ആയാലും കൊടുത്ത് എന്തിനിത് കൊണ്ടുവരുന്നു? സ്വന്തമായിട്ട് നിന്ന് ജയിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളാണ് ജോസ് കെ മാണി എന്നുള്ളത് അവർ പറയാതെ പറയുകയാണ്. അത് ഇലക്ട്രൽ പിന്നെ പൊളിറ്റിക്സിലെ പോക്ക് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാകാം. 2004 മൂവാറ്റുപുഴ നിന്ന് അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടു. അത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്ന കാലമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് 2009-ലും 2014-ലും പിതാവിൻ്റെ സംരക്ഷണയിലാണ് അദ്ദേഹം MP ആയി പോയത്. ആ സംരക്ഷണം ഇല്ലാതെ വന്ന സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹം പരാജയപ്പെടുകയാണ്. 2021-ലും അദ്ദേഹം പാലായിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഓർമ്മ നിലനിൽക്കുന്ന ആ കാലഘട്ടത്തിൽ പോലും പാലായിൽ നിന്ന് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്, ഇപ്പോൾ ഇവിടെ ശ്രീകുമാർ പറഞ്ഞതുപോലെ, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട വലിയ നഷ്ടങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് തന്നെ വലിയ ക്ഷീണം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് താഴെത്തട്ടിൽ. നമ്മൾ CPI-ക്കാർ ഏത് ഇലക്ഷനും പറയുന്നത് കേട്ടിട്ടില്ലേ? CPI-ക്കാർ പാർട്ടി ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ ആദ്യം പറയുന്നത് അതാണ്, ഇതൊരു വേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ഭംഗിക്കുള്ള ഒരു മണി മാത്രമാണ് ഈ ഓടുന്ന കാളവണ്ടിക്കുള്ള ഈ മാണി എന്ന് പറയുന്നത്. കാരണം ഇതുകൊണ്ട് അവർക്ക് ശരിയായ പ്രയോജനം കിട്ടുന്നില്ല എന്നറിയാം. പക്ഷേ ഈ ഭംഗിക്കുള്ള ഈ മണി ആവശ്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു കാണുമ്പോൾ ഒരു ബാലൻസ്, അല്ലെങ്കിൽ പൊതുവെ രാഷ്ട്രീയത്തിൽ ഒരു ബാലൻസ് നിലനിർത്തണമെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിഭാഗം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയാനെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ജോസ് കെ മാണി മാത്രമാണ്. പിന്നെ ജോസ് കെ മാണി ചാടുകയില്ലെന്ന് ചോദിച്ചാൽ ചാടാൻ തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ റോഷി അഗസ്റ്റിൻ എടുത്ത സ്റ്റാൻഡ്, അതുപോലെ തന്നെ മറ്റ് 2 MLA-മാർ പ്രമോദ് നാരായണൻ ആയാലും ജയരാജൻ എടുത്ത സ്റ്റാൻഡ് വലിയ കടുത്ത പ്രതിസന്ധിയായി. കാരണം 2 ഇല മാത്രമല്ല, ആ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനം പോലും ഒരുപക്ഷെ ഈ റോഷി അഗസ്റ്റിൻ കൊണ്ടുപോകും. അതുപോലെ തന്നെ യഥാർത്ഥ മാണിയുടെ പിന്തുടർച്ചക്കാരനായിട്ട് റോഷി അഗസ്റ്റിൻ വന്നേക്കും എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോഴാണ് ജോസ് കെ മാണി ഇപ്പോൾ ഒരു സറണ്ടറിന് തയ്യാറായില്ല. അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞത് ശരിയാണ്. അതായത് കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെയാണ് ഭരണം. അപ്പോൾ ഭരണം ഇപ്പം മാറി വരും എന്നൊരു തോന്നൽ പൊതുവേ കേരളത്തിലുണ്ട്. അപ്പോൾ ജോസ് കെ മാണിയും മാറും എന്ന് തന്നെയാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. അതിന് വലിയ താമസം വരില്ല. ശരി, ഇപ്പോൾ BJP നേതാവ് ശ്രീ ഷോൺ ജോർജ് ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ഷോൺ ജോർജ്, എവിടെയാണ് ഇപ്പോൾ ജോസ് കെ മാണിക്ക് പിഴച്ചത്? അദ്ദേഹം യഥാർത്ഥത്തിൽ UDF-ലേക്ക് എത്തുവാൻ തന്നെയുള്ള നീക്കമാണല്ലോ നടത്തിയിരുന്നത്. UDF-ന് അത് താല്പര്യവുമായിരുന്നു. പക്ഷെ പിന്നെ എന്ത് സംഭവിച്ചു? UDF-മായി ചർച്ച ചെയ്തു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാണി ഗ്രൂപ്പിന്റെ നേതാക്കൾ തന്നെ എന്നോട് തന്നെ വ്യക്തിപരമായി സംബന്ധിച്ചിട്ടുള്ള കാര്യവും, സീറ്റ് ചർച്ചയിൽ കുട്ടനാട് ഉൾപ്പെടെ 2 സീറ്റിന്റെ കാര്യത്തിലും പിന്നെ പാലായിലെ ഉൾപ്പെടെ പാലാ സീറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു തർക്കം നിലനിൽക്കുന്ന. ബാക്കി എല്ലാ കാര്യത്തിലും അംഗീകാരം ഇന്നലെ രാത്രിയിലുമായിരുന്നു. അതിനുശേഷം റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള മന്ത്രിയും അതുപോലെ പ്രമോദ് നാരായണൻ, പ്രൊഫസർ N ജയരാജും ഇതിനോട് പൊരുത്തപ്പെട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെ വന്നാൽ അത് ഒരു പിളർപ്പിലൂടെ മുമ്പോട്ട് പോകാനുള്ള ഒരു ശേഷി ഇന്ന് കേരള കോൺഗ്രസ് എമ്മിനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
അപ്പോ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്നാൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന 5 സീറ്റുകളും കേരള കോൺഗ്രസ് എമ്മിന് നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. അങ്ങനെ നിന്നാൽ പാർട്ടിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും എന്നതുകൊണ്ടാണ് ജോസ് കെ മാണി ഇത് ചിന്തിച്ചത്. അതിനകത്ത് ചില ഉന്നതമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഇടപെടലുകൾ ഞാനും പറയാനില്ല, അത് വ്യക്തമായി പറയുന്നില്ല എങ്കിൽ പോലും എല്ലാവർക്കും ബോധ്യമുള്ള ചില ഉന്നതമായ ഇടപെടൽ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും എനിക്ക് രസകരമായ തോന്നിയൊരു കാര്യം, ഈ കഴിഞ്ഞ 6 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. 2021 ബഡ്ജറ്റിലാണ് KM മാണി സ്മാരകം അതിനുവേണ്ടി 20 കോടി രൂപ അനുവദിച്ചത്. ആ സ്മാരകം നിർമ്മിക്കാൻ ജോസ് കെ മാണി മുന്നണി വിടുമെന്ന് ഉള്ള സംശയം പിണറായിക്ക് വരേണ്ടി വന്നു. ഇന്ന് കവടിയാറിൽ 25 സെന്റ് സ്ഥലം അനുവദിക്കാൻ അത് അനുവദിച്ചത് യഥാർത്ഥത്തിലൊരു ട്രാപ്പായി. കാരണം അതും കൂടെ കഴിയുമ്പോൾ പിന്നെ ജോസ് കെ മാണി ഇട്ടിട്ട് പോയാൽ അതൊരു വൃത്തികേടാകും എന്നുള്ളത് കൊണ്ട് അത് ജോസ് കെ മാണിക്കിട്ട് റോഷി അഗസ്റ്റിൻ വെച്ചൊരു ട്രാപ്പ്, റോഷി അഗസ്റ്റിനും പിണറായി വിജയനും സംയുക്തമായി വെച്ചൊരു ട്രാപ്പായി മാത്രമേ അതിനെ കാണാൻ കഴിയൂ. KM മാണിയുടെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, KM മാണിയുടെ സ്നേഹം ഉണ്ടെങ്കിൽ ആ മന്ത്രിസഭയിൽ ഇരിക്കുന്ന കേരള കോൺഗ്രസ് 5 MLA-മാരുമായിട്ടിരിക്കാൻ കഴിഞ്ഞ 6 വർഷമായി. ഈ 6 വർഷമായിട്ട് LDFന്റെ ഭാഗമാണ് അവർ. എന്നിട്ട് ഇന്ന് വരെയും പാലായിൽ പോലും KM മാണിയുടെ ഒരു സ്മാരകം, ഒരു പ്രതിമ, പാലാ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ് എത്രയോ വർഷമായിട്ട് അവർ ഭരിക്കുന്നു. ആ പാലായിൽ പോലും ഒരു പ്രതിമ സ്ഥാപിക്കാൻ കഴിയാത്തവരാണ് ഇന്നത്തെ ദിവസം, അത് ഇലക്ഷന്റെ തലേ ദിവസം എന്ന് വേണം പറയാം, അവിടെ ഇത്തരത്തിലുള്ള ഒരു KM മാണി സ്മാരകത്തിന് 25 സെന്റ് സ്ഥലം 30 വർഷത്തെ ലീസിന് അനുവദിച്ചിട്ടുള്ളത്. ഇതൊക്കെ എത്ര മോശമാണ്, എത്ര രാഷ്ട്രീയ പാപ്പരത്വം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇടത്തുനിന്ന് വലത്തോട്ട് ചാടുന്നു, വലത്തുനിന്ന് ഇടത്തോട്ട് ചാടുന്നു. ഒരു റീസൺ പോലും ഇവർ പറയുന്നില്ല. ഈ കാലഘട്ടം അത്രയും ഇവർ പറയുന്നത് കേട്ട് ഇവർ പറയുന്നത് കേട്ട് UDF-നെതിരെ മുദ്രാവാക്യം വിളിച്ച മാണി ഗ്രൂപ്പിന്റെ പ്രവർത്തകരുടെ അവസ്ഥ എന്താണ്? UDF-നെതിരെ മത്സരിച്ച ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ 800 സീറ്റുകളിൽ മത്സരിച്ച് മാണി ഗ്രൂപ്പ്, ആ മത്സരിച്ച സ്ഥാനാർത്ഥികൾ ജനങ്ങളോട് പറഞ്ഞ രാഷ്ട്രീയം എന്തായിരുന്നു? ഇവർക്കെതിരെ പറഞ്ഞ രാഷ്ട്രീയം എന്തായിരുന്നു? അവർ UDF-നെതിരായി പറഞ്ഞ രാഷ്ട്രീയം ഉണ്ടായി. ഇനി UDF-നോട് ചാടി കഴിയുമ്പോൾ പിറ്റേ ദിവസം നാളെ രാവിലെ അവര് എന്ത് രാഷ്ട്രീയം ആ പാവപ്പെട്ടവര് ജനങ്ങളോട് പോയി പറയും. പക്ഷേ ഷോൺ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബാർഗെയിനിങ് ശക്തി കൂടിയിട്ടുണ്ടല്ലോ. LDF-നും വേണം ജോസ് കെ മാണിയെ, UDF-നും വേണം ജോസ് കെ മാണിയെ. അങ്ങനെ ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുകയല്ലേ ഇപ്പോൾ? അല്ല, അത് പണ്ട് മാണി സാർ പറയാറുണ്ടായിരുന്നു. 2-3 കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഫേമസ് കോട്ടുകളുണ്ട്. വളരും തോറും പിളരും തോറും വളരുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. 2, കേരള കോൺഗ്രസ് ഒരു സുന്ദരിയാണ്. ആ സുന്ദരിയെ എല്ലാവരും കാണുമ്പോൾ ആഗ്രഹിക്കും. അത് ഞങ്ങളുടെ തെറ്റാണോ? പക്ഷെ ഇത് സുന്ദരി മാറി അഭിസാരികയുടെ അവസ്ഥയിലേക്ക് എത്തി കേരള കോൺഗ്രസ് എന്നുള്ളതാണ്. ഇപ്പോ ഇത് എങ്ങോട്ടാണ് ചാടുന്നത്, എങ്ങോട്ടാ പോകുന്നത്, ആരുടെ കൂടെയാണ് പോകുന്നതെന്ന് പാർട്ടിയുടെ നേതാക്കൾക്ക് പോലും അറിയാൻ മേലാത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, സുന്ദരി എന്ന പദത്തിൽ നിന്നും അത് അഭിസാരിക എന്നായി മാറ്റേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ റോഷി അഗസ്റ്റിന്റെ ഈ നീക്കമാണോ ഇത് ഈ മുന്നണി മാറ്റത്തെ തടഞ്ഞത്? പക്ഷെ റോഷിക്ക് അത്ര ശക്തിയുണ്ടോ ഒരു പാർട്ടി പിളർത്തി മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ? ജോസ് കെ മാണിയുമായിട്ട് വളരെ ലോയലായിട്ട് നിന്ന ഒരാൾ കൂടിയാണല്ലോ റോഷി. ഇല്ല, പിളർത്താനൊന്നും റോഷിക്കും ശക്തിയില്ല, ജോസ് കെ മാണിക്കും ശക്തിയില്ല. പിളർക്കാൻ ആ പാർട്ടിക്കും ശക്തിയില്ല എന്നുള്ളതാണ് അടിത്തറ. അതുകൊണ്ടാണ് ഇവർക്ക് ആർക്കും സ്വന്തമായിട്ടൊരു പാർട്ടി കൊണ്ടു നടക്കാൻ പറ്റുന്ന അവസ്ഥയൊന്നും ഇന്നില്ല. അത് മാണി സാറ് പറഞ്ഞ പോലെ വളരും തോറും പിളർന്നു കഴിഞ്ഞ് പിന്നെ വളർന്നില്ല, പിളർന്ന് പൊക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സംഭവിച്ചതാണ്. ഒരിക്കലും ഒരു പിളർപ്പിനെ നേരിടാനുള്ള ശേഷി ഇന്ന് കേരള കോൺഗ്രസ് എമ്മിനില്ല. അത് റോഷിക്കും അറിയാം, അതുപോലെ ജോസ് കെ മാണിക്കും അറിയാം. അതാണ് സംഭവിച്ചത്. ഷോൺ, താങ്കൾ കേരള കോൺഗ്രസ് മാണിയെ പരിഹസിക്കുമ്പോഴും ഈ മാണിയെ LDF-നും UDF-നും മാത്രമല്ല BJP-ക്കും വേണം. ഇനിയിപ്പോൾ അവർ BJP-യിലേക്ക് വരാൻ, NDA-യിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ സ്വീകരിക്കാൻ അവിടെയും ആളുണ്ട്. ശ്രീ ഷോൺ, ഒരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും അവർക്ക് ഇനി രാഷ്ട്രീയത്തിൽ നിലനിൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ പോകുന്ന പോക്കിന് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പം കേരള കോൺഗ്രസ് സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ജോസ് കെ മാണിയോ റോഷി അഗസ്റ്റിനോ മാത്രമല്ല, മധ്യകേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ, പ്രത്യേകിച്ചും കാർഷിക മേഖലയിലെ ഒരു വിഭാഗം ജനങ്ങൾ എന്നും ആശ്രയമായി കണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. ആ കേരള കോൺഗ്രസ് ഇല്ലാതാകുമ്പോൾ അവിടെ ഒത്തിരി നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. നഷ്ടങ്ങൾ സംഭവിക്കുന്ന ഒരു ജനതയുണ്ട്. പക്ഷെ ആ ജനതയുടെ പ്രതീക്ഷയ്ക്കൊപ്പം നിൽക്കാൻ ഞാൻ രാഷ്ട്രീയം ശ്രദ്ധിച്ചു തുടങ്ങിയ കഴിഞ്ഞ 30 വർഷക്കാലത്തിനിടയിൽ എടുത്തു പറയാവുന്ന എന്തെങ്കിലും കാർഷിക മേഖല ഒരു ഇടപെടൽ,
അല്ലെങ്കിൽ ന്യൂനപക്ഷ മേഖലയിൽ ഒരു ഇടപെടൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്ന കേരള കോൺഗ്രസ്. അല്ല ഷോൺ, ഇപ്പോൾ പോകാൻ കാരണമില്ലാത്തതും അതുകൊണ്ടാണ്. അങ്ങനെ താങ്കൾ പറയുമ്പോൾ LDF സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങൾ നേടിയെടുത്തത് കൊണ്ട് പോകുന്നതിനൊരു റീസൺ പറയാനില്ല എന്നതല്ലേ ഇപ്പോൾ ജോസ് കെ മാണിയെ കുഴയ്ക്കുന്നത്? എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും പിണറായി വിജയൻ മുഖ്യമന്ത്രി ചെയ്തു കൊടുക്കും. അതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മധ്യ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ പ്രതികരിക്കുന്ന കേരള കോൺഗ്രസ് മന്ത്രിസഭയിൽ ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ 3 വർഷക്കാലമായി ക്രൈസ്തവ സഭയുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ നിയോഗിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ കേരള കോൺഗ്രസ് എമ്മിനെ കൊണ്ട് കഴിഞ്ഞോ? 250 രൂപ റബ്ബറിന് വില നൽകുമെന്ന് പറഞ്ഞ കേരള അധികാരത്തിൽ 2021 പ്രകടന പത്രികയിൽ 250 രൂപ റബ്ബറിന് വില നൽകുമെന്ന് പറഞ്ഞ പ്രകടന പത്രിക ഉണ്ടായിട്ട് ഈ കാലപത്രയായിട്ടും അത് നടപ്പിലാക്കാൻ കഴിഞ്ഞോ? എന്ത് നേടിയെടുത്തു എന്നാണ് ഇവർ പറയുന്നത്? JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതോടെ, നടപ്പാക്കുമെന്ന് പറഞ്ഞതോടുകൂടി അതും ആ വഴിയും അടഞ്ഞിരിക്കുകയല്ലേ ജോസ് കെ മാണിക്ക്? ഇനി അതിനെതിരെ എങ്ങനെ രംഗത്ത് വരാൻ പറ്റും? നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. കേരളത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഇത്തരത്തിൽ ഒളിച്ചു വെച്ചിട്ടുണ്ടോ? എനിക്ക് മനസ്സിലാകാത്തതിന്റെ കാര്യം, നമ്മുടെ നികുതിപ്പണം കൊണ്ട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിനെ എന്തിനാണ് പ്രസിദ്ധീകരിക്കാതെ ഒളിച്ചു വെച്ചേക്കുന്നത്? അവിടെ കൃത്യമായ ഒരു പ്രീണന നയത്തിന്റെ ഭാഗമായി അത് ക്രൈസ്തവ സഭയ്ക്കും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കും നേരെയുള്ള വലിയ അഴിമതി. താങ്കൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. NDA-യിലേക്ക് വരാൻ BJP-യും ജോസ് കെ മാണിയെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇപ്പോൾ പറയാം, റബ്ബറിന് 250 രൂപ കിട്ടണം. NDA-യുടെ ഭാഗമായി അത് നടക്കും. ഞാനിപ്പോഴും പറയുന്നു, അവർക്ക് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് 100% NDA അധികാരത്തിൽ വന്നാൽ പിറ്റേ ദിവസം JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. അതെങ്ങനെയാണ്? അത് സംസ്ഥാന സർക്കാരല്ലേ ചെയ്യേണ്ടത്? ഞങ്ങള് കേരളത്തിൽ അപ്പൊ ഒരിക്കലും അധികാരത്തിൽ വരുന്നില്ലെന്നാണോ മനുഷ്യർ പറയുന്നത്? അല്ല, അങ്ങനെയാണെങ്കിൽ ജോസ് കെ മാണി ഉണ്ടെങ്കിൽ അധികാരത്തിൽ വരാമെന്നാണോ? അല്ല, ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ജോസ് കെ മാണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളൊക്കെ നല്ല സത്യക്രിസ്ത്യാനികൾ ഇതിനകത്തുണ്ട്, ഒരു സംശയവും വേണ്ട. ശരി, ശ്രീകുമാർ അതിനുള്ള മറുപടി, ഷോന്റെ ആ ഒരു ആത്മവിശ്വാസത്തിനുള്ള മറുപടി. അതായത് ശ്രീ ഷോൺ പറയുന്ന അദ്ദേഹം കോട്ടയം രാഷ്ട്രീയം നന്നായിട്ട് അറിയുന്ന ഒരാളാണല്ലോ. പക്ഷെ ഇതിൽ വിഷയം എന്താ വെച്ചാല്, ഇതിൽ ജോസ് കെ മാണിയുടെ പാർട്ടി പിളരുവോ പിളരില്ല എന്നുള്ളത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. അത് കേരള കോൺഗ്രസിന്റെ സ്വഭാവം എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് ശ്രീ ഷോൺ, അതായത് KM മാണിയുടെ സ്മാരകം നിർമ്മിക്കാൻ ഇന്നാണ് പണം അനുവദിച്ചത്, സ്ഥലം അനുവദിച്ചത്. ഇത് കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ മാത്രമല്ല, C അച്യുതമേനോൻ എന്ന കേരളത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രിക്ക് ഒരു സ്മാരകം പണിയണമെന്ന് CPI ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഇന്നേ വരെ ഗവൺമെന്റ് അവർക്ക് ഒരു സ്മാരകം നിർമ്മിക്കാനുള്ള പണമോ സ്ഥലമോ കൊടുത്തില്ല. അവസാനം CPI സ്വന്തം പണം എടുത്തിട്ടാണ് തിരുവനന്തപുരത്ത് 2 വർഷം മുമ്പ് ഒരു പ്രതിമ സ്ഥാപിച്ചത്. അതാണ് അവസ്ഥ. അറിയാമല്ലോ, 7 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച ഒരു മുഖ്യമന്ത്രിയാണ് CPIയുടെ എക്കാലത്തെയും വലിയ മുഖ്യമന്ത്രി നേതാവാണ് C അച്യുതമേനോൻ. അതങ്ങനെ ഇരിക്കട്ടെ. ശ്രീമാസ് സാർ, ഇവിടെ ജോസ് കെ മാണിയുടെ വില കൂടുകയാണ്. LDF-നും വേണം, UDF-നും വേണം, BJP-ക്കും വേണം, അങ്ങനെയുമുണ്ട്. ജോസ് കെ മാണി അങ്ങനെയാണല്ലോ ആ ബാർഗൈനിങ് പൊളിറ്റിക്സ് വന്ന് നിൽക്കുന്നത്. അല്ല, അതായത് ജോസ് കെ മാണി ഇപ്പൊ ഒരു LDF നിൽക്കുകയാണ്, അവര് UDF-ലേക്ക് വരും എന്നൊരു ചിന്ത വന്നിട്ടുണ്ട്. അതെന്താ കാരണം മഞ്ജുഷേ? കാരണം ഈ വിസ്മയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് VD സതീശൻ ചില മുദ്രാവാക്യമൊക്കെ ഉണ്ടാക്കി ഒരുപാട് പേരെന്ന് വെച്ചാല് പ്രധാനപ്പെട്ട 1-2 പേരൊക്കെ കോൺഗ്രസിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചു. ആയിഷ പോറ്റി വന്നു. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയില് T പത്മനാഭനെ പോലുള്ള കഥാകൃത്തുക്കളൊക്കെ കോൺഗ്രസിനെ പുകഴ്ത്തുന്ന ഒരു കാലഘട്ടത്തില് അടുത്ത ഭരണ UDF-ലാണെന്നൊരു തോന്നൽ വരികയാണ്. അതൊരു ട്രെൻഡാണത്. അപ്പൊ ഈ വിസ്മയം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരിക എന്നുള്ളതല്ല, ഒരു ട്രെൻഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം LDF-ന്റെ കാലം കഴിഞ്ഞു. അതുകൊണ്ട് ജനങ്ങള് UDF-നെ വരവേൽക്കാനായിട്ട് ഒരുങ്ങുന്നു എന്നൊരു ട്രെൻഡ് ഉണ്ടാക്കുകയാണ്. അത് കോൺഗ്രസിനും UDF-നും വേണ്ടി മാത്രമുള്ള ഒരു ട്രെൻഡായിട്ടാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ഇവിടെ വിഷയം എന്താ വെച്ചാല്, ജോസ് കെ മാണിക്ക് ആ പാർട്ടിയെ പിളർത്താൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല്, റോഷി അഗസ്റ്റിന് ഒരു കേരള കോൺഗ്രസ് വേണം നിർബന്ധമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ MLA സ്ഥാനം ആവശ്യം ഉണ്ടാവുള്ളൂ. കേരള കോൺഗ്രസിന് അങ്ങനെയാണ്. ഇപ്പൊ KB ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ പാർട്ടി എവിടെയാണുള്ളത്? പത്തനാപുരം MLA എന്ന നിലയ്ക്കല്ല അദ്ദേഹം. അതുപോലെയുള്ള ഒരു എല്ലാ നേതാക്കൾക്കും അവരുടേതായ ഒരു പാർട്ടിയുണ്ട്, പക്ഷെ ഒരു MLA സ്ഥാനവും വേണം. പക്ഷെ ജോസ് കെ മാണിക്ക് അങ്ങനെ പറ്റില്ല. കാരണം 2 ചിഹ്നമുള്ള കേരള കോൺഗ്രസിനെ വഴിയാധാരമാക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം എവിടെയെങ്കിലും ഒരു നല്ല മുന്നണിയില്
കൊണ്ട് കെട്ടണം എന്നൊരു താല്പര്യമുള്ളത്. അത് ശരി, ഞാൻ ഇപ്പോഴത്തെ ഒന്ന് ഇടപെടുകയാണ്. അവസ്ഥയിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സംസ്ഥാന കോർഡിനേറ്റർ ശ്രീ അപ്പു ജോൺ ജോസഫ്, പി ജെ ജോസഫിന്റെ മകനുമായ ശ്രീ അപ്പു ജോൺ ജോസഫ് ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ അപ്പു ജോൺ ജോസഫ്, ഈ നീക്കം തൽക്കാലം തടയപ്പെട്ടിരിക്കുകയല്ലേ? കേരള കോൺഗ്രസ് ജോസഫ് ഒട്ടും ആഗ്രഹിക്കുന്നില്ല ജോസ് കെ മാണിയുടെ വരവിനെ. പിന്നെ എന്തെല്ലാം ഘടകങ്ങളാണ് ഇപ്പോഴത്തെ ഈ താൽക്കാലികമായിട്ട് മുന്നണി മാറുവാനുള്ള, UDF-ലേക്ക് വരുവാനുള്ള ജോസിന്റെ ശ്രമത്തെ തടഞ്ഞത്? കേരള കോൺഗ്രസ് ഇന്നലെ മോൻസ് ജോസഫ് MLA വ്യക്തമായിട്ട് പറയുകയുണ്ടായി, ആരും മുന്നണിയിലേക്ക് വരുന്നതിനോട് കേരള കോൺഗ്രസ് പാർട്ടിക്ക് എതിർപ്പില്ല. പക്ഷേ അത് വരേണ്ടത് ഒരു പ്രോപ്പർ ചാനലിൽ കൂടെ, ഇത് പിന്നാമ്പുറത്ത് എന്തോ നടക്കുന്നു എന്ന് ചാനലിൽ കൂടെ എന്തോ അവര് താല്പര്യമായിട്ട് മുന്നോട്ട് വരട്ടെ, ചർച്ചകൾ നടത്തി നമുക്ക് തീരുമാനമുണ്ടാക്കാം എന്നാണ് പാർട്ടി നിലപാട് ശ്രീ മോൻസ് ജോസഫ് പറഞ്ഞത്. പിന്നെ ഇവര് അടുത്ത ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം എന്തായിരുന്നു? അല്ല, ഇത് എങ്ങനെയാണ് തടയപ്പെട്ടത് എന്നാണ്. ഇപ്പോഴത്തെ ഈ വരവ് എന്തായാലും തടഞ്ഞിരിക്കുകയാണല്ലോ. ഇങ്ങനെ ഒരു ചർച്ച നടന്നിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആര് തടഞ്ഞു, എന്തിനു തടഞ്ഞു? അല്ല, ആരും ഒന്നും തടഞ്ഞില്ലല്ലോ. അവര് തന്നെയല്ലേ ആവർത്തിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ എങ്ങോട്ടുമില്ല, ഞങ്ങൾ ഇവിടെ സന്തുഷ്ടരാണ്, ഞങ്ങൾ ഇവിടെ ഹാപ്പിയാണ്, ഞങ്ങൾക്ക് സകല പരിഗണനകളിലും ഈ മുന്നണിയിൽ കിട്ടുന്നുണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അവര് തന്നെയാണ്. അപ്പൊ ആരും തടഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് വരാൻ താല്പര്യവും ഉണ്ടായിരുന്നെങ്കിൽ അവര് ചർച്ചകൾക്ക് വന്നേനെ. അവർ തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വരാൻ താല്പര്യമില്ല. അപ്പം അത് മോൻസ് ജോസഫ് കൂട്ടിച്ചേർത്തു. അങ്ങനെ വരാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ആളുകളുടെ പുറകെ നടന്ന് അവരെ പിടിച്ചുകൊണ്ട് പോരാനുള്ള ശ്രമം ആരും നടത്തേണ്ടല്ല. അങ്ങനെ ഒരു ശ്രമം നടന്നതായിട്ട് നമുക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങനെ നടക്കുകയാണെങ്കിൽ കൂടി അത് നമുക്കത് അവോയ്ഡ് ചെയ്യണം അദ്ദേഹം പറഞ്ഞത്. അല്ല, ഞാൻ പറയട്ടെ, അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ആ ഒരു, എന്തായാലും ആഗ്രഹിക്കുന്നില്ലല്ലോ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജോസ് കെ മാണിയും കൂട്ടരും UDF-ലേക്ക് വരുവാനുള്ള നീക്കം അത് വിജയിക്കുമെന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളോട് ആലോചിക്കാതെയാണ് ഇപ്പോഴത്തെ ഈ നീക്കം എന്നാണോ താങ്കൾ പറയുന്നത്? ആലോചിച്ചാൽ നിങ്ങൾ സമ്മതിക്കുകയുമില്ലല്ലോ. നിങ്ങൾക്ക് എന്തായാലും അത് തടയേണ്ടത് നിങ്ങളുടെ ആവശ്യം കൂടിയാണ്. UDF-ന്റെ ഐക്യവും UDF-ന്റെ കെട്ടുറപ്പും UDF-ന്റെ വിജയ സാധ്യതയും ബാധിക്കാത്ത ഏത് നീക്കവും കേരള കോൺഗ്രസ് പാർട്ടിക്ക് അംഗീകരിക്കുക. അതിന്റെ തീരുമാനം പറയേണ്ട വ്യക്തി ഞാനല്ല. പക്ഷെ ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന രീതിയിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം അതാണ്. UDF-ന്റെ ഐക്യത്തിനും UDF-ന്റെ കെട്ടുറപ്പിനും UDF-ന്റെ വിജയത്തിനും ഒരു ഒരു വിഘ്നം വരാതെ, ഒരു മാറ്റം വരാതെ, അല്ലെങ്കിൽ അതിന്റെ ഒരു തടസ്സം വരാത്ത രീതിയിലുള്ള എന്ത് മുന്നണി വികസനത്തിനും കേരള കോൺഗ്രസ് പാർട്ടി ഒപ്പമുണ്ടാവും. അപ്പോൾ ജോസ് കെ മാണി വരുന്നത് അങ്ങനെ കെട്ടുറപ്പ് ഭദ്രമാക്കുവാനാണോ ഉപകരിക്കുക? അത് വരുന്ന ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളും വരുമ്പോഴുള്ള അവരുടെ ഡിമാൻഡുകളും കണ്ടീഷൻസും ഒക്കെ അറിഞ്ഞാലല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മയപ്പെടുത്തിയെന്ന് തോന്നുന്നു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ഈ ജോസ് കെ മാണിയുടെ കാര്യത്തിൽ. അതോ വരില്ല എന്ന് ഉറപ്പ് കിട്ടിയത് കൊണ്ടാണോ? നമ്മൾ കടുപ്പിച്ചിട്ടില്ലല്ലോ. കടുപ്പിച്ചാലല്ലേ മയപ്പെടുത്തേണ്ട കാര്യമുള്ളൂ. നമ്മുടെ നിലപാട് പാർട്ടി വ്യക്തമായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല, നേരത്തെ പറഞ്ഞ നിലപാട് എന്ന് പറയുന്നത് ജയിച്ചു നിൽക്കുന്ന ഒരു മുന്നണിയിലേക്ക് തോറ്റു നിൽക്കുന്ന ഒരാൾ വരേണ്ട കാര്യമില്ല, മന്ത്രിയാകാനും MLA-മാരാകാനും എന്നാണ്. ആ നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് ഞാൻ വ്യക്തിപരമായി പറഞ്ഞ നിലപാട്. അപ്പൊ പാർട്ടി നിലപാട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പ്രവർത്തകൻ എന്ന രീതിയിൽ എന്റെ വികാരമാണ് ഞാൻ അന്ന് പറഞ്ഞത്. പക്ഷെ പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട് പാർട്ടി നേതാക്കന്മാര് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എതിർപ്പില്ല അല്ലെ? അതായത് മുന്നണി പ്രവർത്തകർ ഒരു മുന്നണിയിലെ കഴിഞ്ഞ 4-5 വർഷമായിട്ട് കഠിനാധ്വാനം ചെയ്ത് ഈ മുന്നണിക്ക് ഉജ്ജ്വലമായ വിജയം നേടിക്കൊടുത്ത മുന്നണിയുടെ പ്രവർത്തകരുണ്ട് ഈ എല്ലാ മേഖലകളിലും. അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ, അവരുടെ പ്രതീക്ഷകളിൽ കിടത്തുന്ന രീതിയിൽ, അവരുടെ ഒരു ആത്മവിശ്വാസം കെടുത്തുന്ന രീതിയിലുള്ള തീരുമാനത്തിലേക്ക് മുന്നണി നേതൃത്വം പോകരുത് എന്നുള്ള ഒരു മുന്നണി പ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമുണ്ട്. അതായത് അങ്ങനെ ഇവരുടെ പ്രവർത്തകരുടെ വികാരം വ്രണപ്പെടുന്ന ഒന്ന് തന്നെയാണ് ജോസ് കെ മാണിയും കൂട്ടരും വരുന്നത്. കാരണം അംഗീകരിക്കാൻ നിങ്ങൾക്ക് ഇപ്പോഴും മടിയുണ്ട്. അത് മാത്രമല്ല, കോൺഗ്രസിന്റെ മധ്യ കേരളത്തിലെ നേതാക്കളുടെയും നിലപാട് അത് തന്നെയാണല്ലോ, ജോസ് കെ മാണി ഇല്ലാതെ തന്നെ ജയിക്കാൻ കഴിയുമെന്ന്. പക്ഷെ അതെന്തുകൊണ്ട് ഒരു ലീഡർഷിപ്പ്, കോൺഗ്രസിന്റെ ലീഡർഷിപ്പും ലീഗും ഒന്നും വിശ്വാസത്തിൽ എടുക്കുന്നില്ല? എന്തുകൊണ്ട് അങ്ങനെ ഒരു അവിശ്വാസം വരുന്നു അവിടെ? ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് തന്നെ, അവരങ്ങോട്ട് പോയതിനു ശേഷം നടന്ന ബൈ ഇലക്ഷനുകളും നടന്ന ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പും ഇപ്പോൾ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുമൊക്കെ അവരില്ലാതെ തന്നെ വ്യക്തമായ ഒരു മുൻതൂക്കം UDF-ന് ഈ മേഖലയിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആലോചന വന്നത്, അത് ബിയോണ്ട് എന്റെ ഒരു പറയുന്നത് എനിക്ക് അറിയാവുന്ന കാര്യമല്ല. അത് അങ്ങനെ നടന്നിട്ടുണ്ടെന്ന് പോലും
വ്യക്തതയില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയേണ്ടതില്ല. ശരി, നന്ദി ശ്രീ അപ്പു ജോൺ ജോസഫ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്തായാലും ശ്രീ എൻ ശ്രീകുമാർ ജോസ് കെ മാണിയുടെ വരവിനെ അനുകൂലിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ. ആ സമവാക്യത്തിൽ ഒരു മാറ്റവും വരികയില്ല. കാരണം വന്നാൽ ദോഷം കേരള കോൺഗ്രസ് ജോസഫിനാണ്. അതോ മുന്നണിയുടെ വിശാലമായ താല്പര്യം മുൻനിർത്തി യെസ് മൂളുമെന്നാണോ? അങ്ങനെയാണോ? അല്ല, നോക്കൂ മഞ്ജുഷേ, ഇതൊക്കെ UDF-ന്റെ ഒക്കെ ഒരു ഘടകകക്ഷി വരുമ്പോൾ അത് ഇടതുമുന്നണിയുടെ ഒരു ഘടകകക്ഷി വരികയാണെങ്കിൽ അത് എല്ലാവരും സ്വാഗതം ചെയ്യും. കാരണം അത്ര വോട്ടുകൾ കിട്ടുകയല്ലേ. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ഇപ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ചാല് കോൺഗ്രസിന്റെ ഒപ്പമാണ് മധ്യ കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വം എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ക്രൈസ്തവ സഭാ നേതൃത്വത്തെ എതിർത്തുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം കേൾക്കാതെയോ കേരള കോൺഗ്രസിന് തീരുമാനം എടുക്കാൻ കഴിയില്ല. പക്ഷെ വിഷയം എന്താ വെച്ചാൽ അവിടെ ഇപ്പൊ സ്ഥാനമുള്ള ആളുകൾക്ക് ആ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നൊരു ചിന്തയുണ്ടാവും. അതുകൊണ്ടാണ് ഈ തർക്കങ്ങൾ വരുന്നത്. കാരണം ജോസ് കെ മാണി, ഞാൻ നേരത്തെ പറഞ്ഞത് കൃത്യമായിട്ട് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ കേരള കോൺഗ്രസുകൾ ഇപ്പൊ PJ ജോസഫ് ആണെങ്കിലും TM ജേക്കബ് ആണെങ്കിലും ബാലകൃഷ്ണപിള്ള ആണെങ്കിലും അതുപോലെ തന്നെ KM മാണി ആണെങ്കിലും അവരൊക്കെ പാർട്ടിയുടെ മന്ത്രിമാരായിട്ട് ആ പാർട്ടിയെ നയിച്ചവരാണ്. അങ്ങനെ നയിക്കാൻ പറ്റാത്ത ഒരാളിപ്പോ ജോസ് കെ മാണിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഭരണപക്ഷത്ത് ജോസ് കെ മാണിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ മന്ത്രിയായിരിക്കുന്ന ഒരാൾ വേറെയാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പില് കേരള കോൺഗ്രസിന് കിട്ടുന്ന സീറ്റുകള് അതുപോലെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പം അത് ഏത് രീതിയിലാണ് ഈ അവനവന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെപ്രാളം അവിടെ ഉണ്ട്. അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ ഒരു സ്വാധീനം കേരള കോൺഗ്രസിൽ നഷ്ടപ്പെട്ടെന്ന് നമുക്ക് കരുതേണ്ടി വരും. കാരണം KM മാണിയുടെ മകൻ നയിക്കുന്ന ജോസ് കെ മാണിയുടെ പാർട്ടിയില് രണ്ട് അഭിപ്രായം വന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം കേരള കോൺഗ്രസിൽ വ്യത്യസ്ത ഉള്ള നേതാക്കൾ വന്നു എന്നുള്ളതാണ്. അത് ജനാധിപത്യം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം KM മാണി ഇരിക്കുമ്പോൾ PJ ജോസഫും TM ജേക്കബും ബാലകൃഷ്ണപിള്ളയൊക്കെയാണ് എതിർപ്പ് ഉന്നയിച്ചത്. ഇവിടെ നോക്കൂ, റോഷി അഗസ്റ്റിനെ അത് ഉന്നയിക്കുമ്പോൾ താരതമ്യേന ജൂനിയേഴ്സ് ആയിട്ടുള്ളവരാണ് ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും ഒക്കെ. അപ്പോൾ അവിടെ അവർക്കിടയിൽ അഭിപ്രായ ഭിന്നത വന്നത് എന്തുകൊണ്ടാണ്? തുടരും എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് എന്തുകൊണ്ടാണ്? അപ്പൊ ചർച്ച നടന്നിട്ടുണ്ട്. അപ്പൊ ചർച്ചയിൽ ഞങ്ങളില്ല എന്ന് പറയുമ്പോൾ അതൊരു അവസാന ഒരു തീരുമാനമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കഴിഞ്ഞ തവണ LDF-ലേക്ക് ചേരാൻ നേരം ഞാൻ കേട്ടതാണ്, അതായത് UDF-ല് വിടാനായിട്ട് ഈ റോഷി അഗസ്റ്റിനൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ കേട്ടിരുന്നത്. അപ്പൊ അന്ന് ജോസ് കെ മാണിക്കായിരുന്നു താല്പര്യം. കാരണം എന്താണ്? ആ ജോസ് കെ മാണിയുടെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു പാലയിൽ ജയിക്കുക, മന്ത്രിയാവുക എന്നുള്ളത്. പക്ഷെ ഇത്തവണ അത് മാറി, എന്നിട്ട് എത്തി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറച്ച സീറ്റ് കിട്ടുക, മന്ത്രിയാവുക, 5 വർഷത്തേക്ക് പാർട്ടിയെ വളർത്തുക, അതൊരു വലിയ കാര്യം, അതൊരു നിസ്സാര കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ജോസ് കെ മാണിയുടെ ഇപ്പോഴത്തെ ഈ ഉറപ്പിനെ LDF വിശ്വാസത്തിൽ എടുത്തിരിക്കുകയാണോ? ഏത് സമയവും മറുകണ്ഠം ചാടാൻ തയ്യാറായിരിക്കുന്നയാളാണ് ജോസ് കെ മാണി. അത് മാത്രമല്ല UDF ഭരണത്തിലേക്ക് വരും എന്നുള്ള രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു വിലയിരുത്തലുള്ള ഈ സമയത്ത് ജോസ് കെ മാണിയെ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ LDF? ഒരു ശബ്ദം ക്ലിയർ അല്ല, താങ്കളിലേക്ക് വരാം. ശ്രീ MS വേണുഗോപാൽ, അങ്ങനെ LDF ജോസ് കെ മാണിയെ വിശ്വസിച്ചിരിക്കണോ ഇപ്പോൾ? ഇല്ല, LDF ജോസ് കെ മാണിയെ വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നീക്കത്തിൽ LDF കൂടുതൽ വിശ്വസിക്കുന്ന റോഷി അഗസ്റ്റിനെയാണ് എന്നുള്ളതാണ് വ്യക്തമായ സത്യം. കാരണം LDF-നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ ഒരാൾ വേണം, അതിന് പറ്റുന്ന ഒരാൾ വേണം. അതിപ്പോൾ റോഷി അഗസ്റ്റിനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് LDF-ന്റെ വിശ്വാസം. പിന്നെ ജോസ് കെ മാണി പോകാതെ നിന്നാൽ നല്ലത് എന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം KM മാണി സാറിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, അദ്ദേഹം MLA 67 MLA ആയത് മുതൽ 49 വർഷവും ആ MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും അദ്ദേഹം പാലയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു, കോട്ടയത്തിന് വേണ്ടി ഉപയോഗിച്ചു, സഭയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ്. എങ്കിലേ ആൾ കൂടെ നിൽക്കുള്ളന്നേ. PJ ജോസഫിൻ്റെ ഒരു പ്രത്യേകത എന്താ? അദ്ദേഹവും MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും കാലാകാലങ്ങളിൽ തൻ്റെ കൂടെ നിൽക്കുന്ന കോട്ടയത്തെയും തൊടുപുഴയിലെയും പിന്നെ സഭയുടെയും ആൾക്കാർക്ക് വേണ്ടി വിനിയോഗിച്ചു. അങ്ങനെ വിനിയോഗിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ, ആൾക്കൂട്ടത്തോടു കൂടി നിൽക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഓടുന്ന കാളയ്ക്ക് മണിയെന്ന്. അതുപോലെ LDF-ന് കാണാൻ കഴിയുള്ളൂ. കാരണം LDF ആണ് അവിടെ വോട്ട് പിടിക്കുന്നത്. പിന്നെ CPI അതാ പറഞ്ഞത്, ഞങ്ങളാണ് വോട്ട് പിടിക്കുന്നത്. എന്നിട്ട് ഇവരെയും കൂടെ ജയിപ്പിക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ വന്നിരിക്കുകയാണ്. ഇതുകൊണ്ട് കേരള കോൺഗ്രസ്സിന് ഒരിക്കലും തങ്ങളുടെ ബേസ് പണ്ടത്തെ പോലെ നിർത്താൻ കഴിയില്ല. മാണി സാർ വളരെ കറക്റ്റായിട്ട് പറഞ്ഞത് ശരിയാണ്. വളരുംതോറും പിളരുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പാർട്ടി വളരുന്നതിനല്ല ഉദ്ദേശിച്ചത്, ഈ നേതാക്കൾ വളരുമ്പോൾ. ഇപ്പോൾ PJ ജോസഫ് വളർന്നാൽ അത് വേറൊരു പാർട്ടി, TM ജേക്കബ് വളർന്നാൽ അത് വേറൊരു പാർട്ടി,
ആർ ബാലകൃഷ്ണൻ വളർന്നാൽ അത് വേറൊരു പാർട്ടി, ഗണേഷ് കുമാർ വളർന്നാൽ അത് വേറൊരു പാർട്ടി, അനൂപ് ജേക്കബ് വളർന്നാൽ അത് വേറൊരു പാർട്ടി, സ്കറിയ തോമസ് വളർന്നാൽ അത് വേറൊരു പാർട്ടി. ഇങ്ങനെ പാർട്ടികൾ ഇങ്ങനെ അനവധി. ഈവൻ ആന്റണി രാജ് വളർന്നാൽ അതും ഒരു പാർട്ടി. ഇങ്ങനെ പാർട്ടികൾ ഒരുപാട് വരുന്നത്. പാർട്ടിയല്ല, ശരിക്കും വ്യക്തികളാണ് വളരുന്നത്. ഇപ്പോൾ റോഷി അഗസ്റ്റിൻ വളർന്നു നിൽക്കുകയാണ് മന്ത്രി എന്നുള്ള നിലയ്ക്ക്. ഇടുക്കിയിലെയും കോട്ടയത്തെയൊക്കെ ആൾക്കാർക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്നത് റോഷി അഗസ്റ്റിനാണ്. ഇപ്പോൾ റോഷി അഗസ്റ്റിനോടൊപ്പമാണ് അവിടുത്തെ പലരും നിൽക്കുന്നത് എന്നുള്ളതാണ് സത്യം. കെ എം മാണി സാറിന് പറ്റിയിരുന്ന പോലെ റോഷി അഗസ്റ്റിന് പറ്റിയിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ജോസ് കെ മാണിയേക്കാൾ കൂടുതൽ ആ പ്രദേശങ്ങളിലെ ആളുകൾക്ക് ആശ്രയവുമായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ റോഷി അഗസ്റ്റിനാണ്. ഇപ്പോൾ റോഷി അഗസ്റ്റിനെ വെച്ചും കാര്യം സാധിക്കാം. പിന്നെ കേരള കോൺഗ്രസിൻ്റെ കോട്ടയത്തെ ഓഫീസും ആ ചിഹ്നവും കേരള കോൺഗ്രസ് മാണി എന്നുള്ള സ്ഥാനം വരെ പിടിച്ചു നിർത്താൻ ഈ 3 MLA-മാരുണ്ടാവുകയും മുന്നോട്ട് പോവുകയും ചെയ്താൽ LDF-ന് അത് കഴിയും. കേരള കോൺഗ്രസ് എവിടെയോ അവിടെയാണ് ഭരണം. ഇതാണ് ജോസ് കെ മാണിയുടെ ഇന്നത്തെ വാചകം. പക്ഷെ അതിനെ എവിടെയാണോ ഭരണം അവിടെ കേരള കോൺഗ്രസ് മാണി. അത് വളരെ ആപ്റ്റായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ ഭരണം അവിടെ കേരള കോൺഗ്രസ് മാണി. അങ്ങനെ നമുക്ക് അതെ, ലൈബോയ് എവിടെയുണ്ടോ അവിടെയാണ് ആരോഗ്യം എന്ന് പറയുന്ന പോലെയാണ് കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെയാണ് ഭരണം, അല്ലെങ്കിൽ ഭരണം ഉള്ളിടത്താണ് ഞങ്ങൾ പോവുക എന്നുള്ളത് അദ്ദേഹം തിരിച്ചിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ UDF-ന് ഭരണം വന്നാൽ തീർച്ചയായിട്ടും അങ്ങോട്ട് തന്നെ പോകും. അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലെത്തി എങ്ങനെയെങ്കിലും മന്ത്രിയാവുക എന്നുള്ളതാണ് പ്രധാനമായ ലക്ഷ്യം. ഇതിനകത്ത് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം, അത് ശരിയുമാണ്. മധ്യ കേരളത്തിലെ ഇപ്പോൾ നേരത്തെ അബു ജോൺ ജോസഫ് അത് പറയാതെ പറയുകയായിരുന്നു. നേരത്തെ അദ്ദേഹം അതിന് കുറച്ചുകൂടി ക്ലാരിറ്റി നൽകി. കഴിഞ്ഞ ദിവസം ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞതാണ്. അത് കേരള കോൺഗ്രസ് ജോസഫിന്റെ ഒരു വികാരമായിരുന്നു. ഈ പറയുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ നേതാക്കൾ തോറ്റു നിൽക്കുന്നവരാണ്. അവർ പിന്നീട് ഇനി അടുത്ത തവണ MLA-മാരും മന്ത്രിമാരുമാകുന്നതിന് വേണ്ടി UDF-ലേക്ക് വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അതുപോലെ തന്നെ മധ്യ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും ഇഷ്ടമല്ല എന്ന്. ഈ ഒരു നീക്കം അറിഞ്ഞ് ഉടനെ തന്നെ മധ്യ കേരളത്തിലെ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ അവരുടെ വികാരം KPCC-യെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അത് കണക്കിലെടുത്തുകൊണ്ട് ഈ ശ്രമത്തിൽ നിന്ന് പിന്മാറാൻ കോൺഗ്രസ് തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ്. ഇല്ല എന്നല്ലേ? കാരണം കേരള കോൺഗ്രസ് മാണി വേണം. അതിനിപ്പോൾ മധ്യ കേരളത്തിലെ പ്രാദേശിക നേതാക്കളുടെ എതിർപ്പൊന്നും ഒരു വിഷയമേ അല്ല എന്ന രീതിയിൽ തന്നെയല്ലേ കോൺഗ്രസും ലീഗും ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിട്ടുവീഴ്ചയ്ക്ക് ലീഗ് പോലും തയ്യാറാണ് തിരുവമ്പാടി സീറ്റിൻ്റെ കാര്യത്തിൽ. അവസാനം മാണി സി കാപ്പനെ അനുനയിപ്പിക്കാൻ വേണ്ടി ഏത് ശ്രമവും ലീഗും നടത്തും. PK കുഞ്ഞാലിക്കുട്ടിയും മാണി സി കാപ്പനുമായി ഇന്ന് ചർച്ച പോലും നടത്തുകയുണ്ടായി. അല്ല മഞ്ജുഷ, ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവനവന്റെ പാർട്ടിയുടെയും അതുപോലെ തന്നെ പാർട്ടിയിലുള്ള അടുപ്പക്കാരായ നേതാക്കളുടെ ഒക്കെ ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്. മഞ്ജുഷ വിചാരിക്കുന്നുണ്ടോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അതേപോലെ തന്നെ UDF-ലേക്ക് പോകാനായിട്ട് CPM സമ്മതിക്കുമെന്ന്? അവരപ്പോൾ ആ പാർട്ടിയെ പിളർത്തും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം പോവാടെ പൊക്കോട്ടെ, പക്ഷെ പിളർന്നു പോയാൽ മതി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, കേരളം രൂപീകൃതമായ അന്ന് തൊട്ട്, കേരള കോൺഗ്രസ് രൂപീകൃതമായ അന്ന് തൊട്ട് ഏതെങ്കിലും ഒരു പാർട്ടി, ഒരു കഷ്ണം, ഒരു കേരള കോൺഗ്രസ് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാണ്. അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ നയപരമായ കാര്യമൊന്നുമില്ലല്ലോ. ആകപ്പാടെ KM മാണി സാറാണ് അധ്വാനവർഗ സിദ്ധാന്തം കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ ഒരു കാര്യം മാത്രമായിരുന്നു. മറ്റുള്ളവർക്ക് അത്രയൊന്നുമില്ല. പഴയ മന്നത്ത് പത്മനാഭൻ 1965 കേരള കോൺഗ്രസിനെ അനുഗ്രഹിച്ച ഒരാളാണ്. പക്ഷേ തൊട്ടടുത്ത ശേഷം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളിത് പിരിച്ചുവിട്ട് കോൺഗ്രസിൽ ചേരാൻ പറഞ്ഞു. അതാണ് കേരള കോൺഗ്രസ്. ആദ്യം നായർ ക്രിസ്ത്യൻ പാർട്ടിയായി മാറിയത്, പിന്നെ ഒരു ക്രിസ്ത്യൻ മേധാവിത്വമുള്ള പാർട്ടിയായിട്ട് മാത്രമേ മാറുകയും ചെയ്തല്ലോ. ഇപ്പൊ ഒരു ക്രിസ്ത്യൻ മേധാവിത്വമുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ്, ഗണേഷ് കുമാർ ഒഴികെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ കേരള കോൺഗ്രസിലെ മാണി ഗ്രൂപ്പിന് ഇപ്പോൾ ഉള്ള വിഷയം എന്താണെന്ന് വെച്ചാല് അവർക്ക് സ്ഥാനങ്ങളില്ല, അവർക്ക് ശക്തിയില്ല. ഈ ശക്തിയില്ലാത്ത എന്തുകൊണ്ടാണെന്ന് LDF-ൽ നിന്നുകൊണ്ട് അവർക്ക് ഗുണം കിട്ടിയില്ല. കാരണം അടിസ്ഥാനപരമായിട്ട് കേരള കോൺഗ്രസിന്റെ അണികളും പ്രവർത്തകരും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ് അടിസ്ഥാനപരമായിട്ട്. അപ്പൊ ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അവർക്കുണ്ടാവും. കാരണം പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് കൂടുതൽ പേരുള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം സഭയെ വിട്ടുകൊണ്ട് നിന്ന കേരള കോൺഗ്രസ് ഉണ്ടാവില്ല. അപ്പൊ ജോസ് കെ മാണി ഇപ്പൊ സഭാ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 1987 ഇതുപോലെ PJ ജോസഫ് പാർട്ടി പിളർന്നിട്ട് ഇടതുമുന്നണിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അത് EMS ഒരു കാര്യം പറഞ്ഞു, ഇടതുമുന്നണിയിലേക്ക് വന്നോളൂ, കുഴപ്പമില്ല, പക്ഷെ പള്ളിയെ തള്ളിപ്പറയണമെന്ന് പറഞ്ഞു. PJ ജോസഫ് അന്ന് പള്ളിയെ തള്ളിപ്പറഞ്ഞിട്ടാണ് വന്നത്. അന്ന് ജയിച്ചു ഇടതുമുന്നണി, അത് വേറെ വിഷയം. കാരണം പ്രതിച്ഛായ ചർച്ചയാണ് അന്ന് UDF-നെ നശിപ്പിച്ചു കളഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അതവർ വന്നു. അപ്പൊ അതുപോലെ ആ കാലം മാറിപ്പോയി. ഇപ്പൊ എന്താ വിഷയം എന്ന് വെച്ചാല് ഒരുപാട് നേതാക്കൾ എല്ലാ പാർട്ടിയിലും വളർന്നു വരിക.
ഇപ്പൊ നോക്കൂ, കഴിഞ്ഞ തവണ സജി മഞ്ചക്കടമ്പൻ കേരള കോൺഗ്രസിലെ വളരെ പ്രഗത്ഭനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം. അതേ സുപ്രാത്തിൽ പെട്ടെന്ന് അദ്ദേഹം പി വി അൻവറിന്റെ കൂടെ മാറിപ്പോവുകയും പിന്നെ മാറി മാറി പി വി അൻവറിന്റെ ഒപ്പം കൂടെ ഒക്കെ പോയില്ലേ. അപ്പൊ അതുകൊണ്ട് കോട്ടയം ജില്ലയിലെത്തി ഇപ്പൊ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് വെച്ചാൽ അവർക്ക് വിലാസം എന്ന് പറയാനൊന്നുമില്ല, പാലയില്ല, കോട്ടയവും ഇല്ല. പിന്നെ എങ്ങനെ ശരിയാവുന്നേ? അപ്പൊ അതുകൊണ്ട് ഇത് റോഷി അഗസ്റ്റിന് ബാധകമല്ല. കാരണം റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിന്റെ നേതാവ് ആയിട്ടില്ല, മറിച്ച് പി ജെ ജോസഫിന്റെ ബദല് ജോസ് കെ മാണിയാണ്. അപ്പൊ അതുകൊണ്ട് ആ നിലയ്ക്ക് നിൽക്കുമ്പോൾ ജോസ് കെ മാണിക്ക് ആ പാർട്ടിയെ ഒരുമിച്ച് കൊണ്ടുപോകണം. അതിനുവേണ്ടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസ്താവന വളരെ ക്ലിയർ ആണ്. അദ്ദേഹം എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമോ നിൽക്കാതിരിക്കുമോ എന്നൊക്കെ വേറെ വിഷയമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും അദ്ദേഹം യു ഡി എഫിനെയോ അല്ലെങ്കിൽ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ മറ്റേ പ്രതിപക്ഷ നേതാവിനെയോ കുറ്റം പറഞ്ഞില്ല. ഞങ്ങളിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം പറഞ്ഞില്ല. അതിന്റെ അർത്ഥം എന്താണ്? മാത്രമല്ല, ഈ 25 ഏക്കർ സ്ഥലം അനുവദിച്ചത് എന്തായാലും പേടിച്ചിട്ടാണല്ലോ. ഇനി അതും കൂടാതെ തന്നെ ഈ ഒരു ട്രെൻഡ് ഞാൻ പറഞ്ഞല്ലോ, വിസ്മയ എല്ലാവരും വരും, യു ഡി എഫ് ആണ് ഇനി വരാൻ പോകുന്നത് എന്നൊരു ട്രെൻഡ് വരുന്നെന്ന് പറഞ്ഞപ്പോഴേ, എന്ന ഘട്ടം വന്നപ്പോഴേ ഒരുപാട് CPM-ന്റെ ബൗദ്ധിക തലത്തിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഒരു അമ്പരപ്പ് സൃഷ്ടിക്കാൻ, അത് എതിർ മുന്നണിയിൽ അസ്വസ്ഥത ഉണ്ടാക്കുക എന്നുള്ളതാണ് അടിസ്ഥാന കാര്യം. അതായത് പിന്നെ കനകുലു സിദ്ധാന്തം എന്ന രീതിയിലൊക്കെ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. കനകുലുവിന്റെ സിദ്ധാന്തം എന്ന രീതിയിലൊക്കെ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്, എതിർ മുന്നണിയിൽ അങ്കലാപ്പ് ഉണ്ടാക്കുക എന്ന്. അതിന്റെ ഭാഗമാണോ ഈ ജോസ് കെ മാണി ഇപ്പോൾ ചാടി വരും എന്ന രീതിയിലുള്ള പ്രചാരണം? പക്ഷെ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ ചർച്ച നടന്നതുമാണ്. ജോസ് കെ മാണി UDF-ലേക്ക് വരുന്നതിന്റെ അറ്റം വരെ, വക്കുവരെ വന്നതാണ്. പക്ഷേ പിന്നീട് ആ നീക്കം തടയപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അത് ഇനിയും ജോസ് ചാടുമോ എന്ന് ചോദിച്ചാൽ ചാടുമെന്ന് തന്നെയല്ലേ ഇപ്പോൾ പറയാൻ കഴിയുക? താങ്കളുടെ ഒരു പൊതുവെയുള്ള വിലയിരുത്തൽ എങ്ങനെയാണ്? അങ്ങനെ തന്നെയാണോ സംഭവിക്കാൻ പോകുന്നത്? അല്ല, എനിക്ക് തോന്നുന്നത് ജോസ് കെ മാണി അസ്വസ്ഥനാണ്. അദ്ദേഹത്തിന്റെ തീരുമാനം നമുക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം അദ്ദേഹം വെച്ചിട്ട് സാധാരണയിൽ എന്താണ് പറയാ, ഞങ്ങൾ LDF വിടില്ല, ഞങ്ങൾ UDF-ലേക്കില്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇനിയും ഈ അടുത്ത തുടർ ഭരണത്തിന് ഞങ്ങൾക്ക് ഇവർക്കൊപ്പമാണ്. ആ രീതിയിലല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഭരണമുണ്ടോ അവിടെ, ഞങ്ങൾ എവിടെയുണ്ടോ, ഭരണം എവിടെയുണ്ടോന്നല്ല, കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണം എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ് മഞ്ജുഷേ? അതിനർത്ഥം അവർ LDF-ൽ ഉറച്ചു നിൽക്കുന്നില്ല എന്നുള്ളതല്ലേ? എവിടെ ഭരണമുണ്ടോ അവിടെ കേരള കോൺഗ്രസ് ഉണ്ട് എന്നും പറയാൻ നോക്കുക. എവിടെ ഭരണമുണ്ടോ അവിടെ കേരള കോൺഗ്രസ് ഉണ്ട്. അല്ല, അതാണ് അവരുടെ ചരിത്രം. അതാണ്. കാരണം കേരള കോൺഗ്രസിൽ ഏതെങ്കിലും വിഭാഗം ഏതെങ്കിലും മുന്നണിയിൽ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ അവർക്കൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ഒരു ആശയപരമായ ഇതൊന്നുമില്ലല്ലോ. ഇപ്പൊ LDF-ന് തന്നെ ഇല്ല, പിന്നെയാണോ കേരള കോൺഗ്രസിന്? LDF-ന് എന്താ ആശയ സംഹിതയാ ഉള്ളത്? അതാണ് നമ്മൾ ഇടതുപക്ഷം യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണെന്ന് പറയുന്നത്. കാരണം എന്താ, LDF-ലെ ഒരുപാട് വിഷയങ്ങളില്, BJP-യുമായിട്ടുള്ള വിഷയങ്ങളില്, അതുപോലെ അവരുടെ വിദ്യാഭ്യാസ നയം പോലും അവർ അടിയറ വെച്ചില്ല, ആരും അറിയാതെ. ലേബർ കോഡ് ആരും അറിയാതെ എടുക്കാൻ പോയില്ലേ? അത് മാത്രവുമല്ല, ഇപ്പൊ ഇന്നലത്തെ കോഴിക്കോടാണ് ഏറ്റവും അവസാനത്തെ ഉദാഹരണം. ഇന്നലെ കോഴിക്കോട് അവിടുത്തെ കോർപ്പറേഷനിലെ UDF 4, LDF 4, ഒരു BJP 1, ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കാനായിട്ട് BJP-യുടെ ആള് LDF-ന്റെ ആള് പുറത്തേക്ക് പോയി. 4 BJP 4 UDF ആണ്. LDF-ന്റെ ആൾ പങ്കെടുത്തില്ല. സാധാരണയിൽ അവരുടെ ഒരു സിദ്ധാന്തം വെച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ അവര് അവിടെ BJP-കാരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആകാൻ അനുവദിക്കാൻ പാടുമോ? UDF-ഉം തരാതരം പോലെ അത്ര മാറ്റമൊക്കെ നടത്താവുള്ളതാണ്. ശ്രീകുമാർ അതിലേക്ക് പോയി കഴിഞ്ഞാൽ UDF-ന്റെ പേരും പറയേണ്ടി വരും അല്ലെ? ഒരു മിനിറ്റ് ഞാൻ പറയാം. അതായത് UDF അങ്ങനെ ചെയ്തിട്ടുണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞ പ്രാദേശിക തലത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ LDF പറയുന്നത് അതല്ല, അവരാണ് വർഗീയതയ്ക്കെതിരെ പോരാടുന്നത്. അവരാണ് കോൺഗ്രസിനേക്കാൾ BJP എതിർക്കുന്നവരാണ് എന്ന് നിരന്തരം പറയുന്നവരാ. കോൺഗ്രസിന് നയമുണ്ട് ദേശീയ തലത്തിൽ BJP കോൺഗ്രസിന്റെ ആശയപരമായ ശത്രുവും കേരളത്തിലെ LDF അവരുടെ രാഷ്ട്രീയ ശത്രുവുമാണ്, തെരഞ്ഞെടുപ്പ് ശത്രുവാണ്. പക്ഷേ ശ്രീ MS വേണുഗോപാൽ, ഇവിടെ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസ കുറവുള്ളത് കൊണ്ട് ശക്തരായ ഒരു പാർട്ടിയെ മുന്നണിയിലേക്ക് അടുപ്പിക്കുവാൻ ശ്രമം നടത്തി പരാജയപ്പെട്ടു എന്ന് കോൺഗ്രസിന് നേരെ വിരൽ ചൂണ്ടൽ ഉണ്ടാവുമോ ഇപ്പോൾ? ഇല്ല, കോൺഗ്രസിന് ജയിക്കുമെന്നുള്ള ഒരു ഭീതി ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഒരു ജയിക്കില്ല എന്നൊരു ഭീതി അവർക്ക് ഇപ്പോൾ ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം അവരുടെ ഇപ്പോഴത്തെ ഒരു ഇലക്ട്രൽ സിസ്റ്റം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ വളരെ മുന്നോട്ട് പോകുന്നു എന്ന് വേണം കരുതാൻ. ഇനി സീറ്റ് വിഭജനവും മറ്റ് പ്രശ്നങ്ങളും വരുമ്പോൾ എന്തെങ്കിലും അപാകതകൾ എന്തെങ്കിലും ഉള്ളൂ. ഇതുവരെയുള്ള പോക്ക് അവർ വിജയിക്കാനായിട്ടുള്ള പോക്ക് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാണ്. പക്ഷേ അവർക്കുമുള്ള പ്രശ്നം എന്ന് വെച്ചാൽ LDF-നെ പൂർണ്ണമായും തറ പറ്റിക്കണമെങ്കിൽ പൂർണ്ണമായും ന്യൂനപക്ഷങ്ങൾ ഞങ്ങൾക്കൊപ്പമാണെന്ന് വരണം. അത് വരണമെങ്കിൽ
ഒരു കേരള കോൺഗ്രസും കൂടെ ഒരു കഷ്ണം ഇവിടെ നിൽക്കുന്നതും കൂടെ ഇപ്പുറത്ത് വരണം. എങ്കിൽ ഇതൊരു BJP പോലൊരു ഹിന്ദു പാർട്ടിയായിട്ട് കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ അല്ലെങ്കിൽ പാലക്കാട് കൊണ്ട് നിർത്തുന്ന ഒരു പാർട്ടിയായി പറയാം. പിന്നെ കോഴിക്കോട്, കണ്ണൂരും എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ വിസ്മയത്തിൻ്റെ ഉദ്ദേശം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരം ഒരു വിസ്മയം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വിസ്മയത്തിൻ്റെ ഒരു പ്രഭ UDFന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊരു സൗന്ദര്യമായിട്ടാണ്, ഒരു അലങ്കാരമായിട്ടാണ് ഇപ്പോൾ മാണി ഗ്രൂപ്പിനെ അപ്പുറത്തോട്ട് വിളിക്കുന്നത്. പക്ഷേ ഇതൊരു ഭാരമാകും എന്നുള്ളത് കോട്ടയത്തെ, ഇടുക്കിയിലെ അവരുടെ താഴെത്തട്ട് മുതൽ ഏതാണ്ട് ജില്ലാ കമ്മിറ്റി വരെയുള്ള ഭാരവാഹികൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അവർക്കിത് താങ്ങാനൊക്കില്ല. കാരണം 49 വർഷമായിട്ട് കോൺഗ്രസ്സുകാർക്ക് കോട്ടയത്തായാലും ഇടുക്കിയിലായാലും നിവർന്നു നിന്നൊരു സീറ്റിൽ മത്സരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് മുഴുവൻ കേരള കോൺഗ്രസ്സുകാർ കാലാകാലങ്ങളായി 2ആയിട്ടും 3ആയിട്ടും 4ആയിട്ടും ഒക്കെ നിന്ന് വീതിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അവസാനം കോൺഗ്രസ്സുകാർക്ക് സീറ്റില്ല. അവരൊന്നുകിൽ മറ്റ് ജില്ലകളിൽ പോയി മത്സരിക്കാം, വലിയ പ്രമുഖരായവർ പോലും. അവിടെ പിന്നെ ഉമ്മൻചാണ്ടി സാറിനെ പോലെ വളരെ അപൂർവം ചിലർക്ക് മാത്രമേ അവിടെ സീറ്റ് കിട്ടുള്ളൂ. ബാക്കി ആർക്കും സീറ്റ് കിട്ടാറില്ല. ബാക്കിയുള്ളവരെല്ലാം പുറത്തു പോയി മത്സരിക്കണം, അല്ലെങ്കിൽ മത്സരിക്കാതിരിക്കണം. കേരള കോൺഗ്രസിനെ ജയിപ്പിക്കാനായിട്ട് നിൽക്കേണ്ട അവസ്ഥയിലാണ് അവർ പോയിരുന്നത്. അതിൽ നിന്നൊരു മാറ്റം അവർ പ്രതീക്ഷിച്ചത് ഈ 2026-ലാണ്. അനുകൂലമായ സാഹചര്യം, പാർട്ടിക്ക് കൂടുതൽ പിന്തുണ ലഭിക്കുന്ന സാഹചര്യം. അപ്പോൾ ഇവിടെ പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു കാര്യം വ്യക്തമായി, ഞങ്ങൾക്ക് മറ്റാരുമൊന്നും ഇല്ലാതെ തന്നെ കോട്ടയത്തും ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഒക്കെ ആവശ്യത്തിന് സീറ്റ് പിടിക്കാൻ കഴിയും. കുറച്ചുകൂടെ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിക്കഴിഞ്ഞാൽ കുറേ കൂടെ വലിയ വിജയം ഈ സ്ഥലങ്ങളിൽ കേരള കോൺഗ്രസ് ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് അവർക്കറിയാം. പക്ഷേ LDFനെ കുറേ കൂടെ വീക്കൻ ചെയ്യാനായിട്ടുള്ള എളുപ്പമാർഗം മാണി ഗ്രൂപ്പിനെ അപ്പുറത്തെത്തിക്കുക, അല്ലെങ്കിൽ KM മാണിയെങ്കിലും ജോസ് കെ മാണിയെങ്കിലും അപ്പുറത്തെത്തിക്കുക എന്നുള്ളതാണ്. അതിനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് അറിയാവുന്നത് കൊണ്ട് തന്നെ ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്ന് നോക്കുന്നില്ല. എന്ത് വന്നാലും കേരള കോൺഗ്രസിനെ മുഴുവനായി ഇപ്പുറത്ത് നിർത്താൻ, മാണി കോൺഗ്രസിനെ ഇപ്പുറത്ത് നിർത്താനുള്ള ശ്രമമാണ് ഇന്നത്തെ ക്യാബിനറ്റ് ഉൾപ്പെടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് മെമ്മോറിയലിന് വേണ്ടിയിട്ട്, KM മാണി മെമ്മോറിയലിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കൊടുക്കുകയും സൗകര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതുപോലത്തെ ചില JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ, ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ ഇനിയും കൊടുക്കാം. അങ്ങനെയൊക്കെ നിർത്താനായിട്ട് ശ്രമിക്കും. ഇനി പോയാൽ തന്നെ പ്രമുഖമായ പാർട്ടിയും 2ലെയും ഒക്കെ ഇപ്പുറത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ മരവിപ്പിച്ച് നിർത്തുകയോ എന്തെങ്കിലും ചെയ്യാനുള്ള ഇടപാടുകൾ തന്നെ CPM ശ്രമിക്കും. അതിനാണ് കൂടുതൽ സാധ്യത. ശരി, അങ്ങനെ തന്നെയാണ്. മറ്റന്നാൾ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നടക്കാനുണ്ട് കേരള കോൺഗ്രസിന്റെ. അതും കൂടുതൽ ചർച്ചകളിലേക്ക് വഴിവെക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: UDFലേക്ക് മടങ്ങാനുള്ള നീക്കം ജോസ് കെ മാണി ഉപേക്ഷിച്ചു എന്ന് 67% പ്രേക്ഷകർ, ഉപേക്ഷിച്ചിട്ടില്ല എന്ന് 29%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.